+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും ആൻസറുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അരേ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും ആൻസറുമാണ്. ആദ്യം പറയുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് എ C++ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടു ഇനിഷ്യലൈസ് ആൻ ഇൻറ്റിജർ അരേ നെയിം മാർക്ക് വിത്ത് വാല്യൂ 70, 80, 85, 90. ഒരു ഇൻറ്റിജർ അരേ ഡിക്ലെയർ ചെയ്യുക. അരയുടെ പേര് തന്നിട്ടുണ്ട് മാർക്ക്. എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഒരു അരേ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സിൻടാക്സ് നമുക്കറിയാം. ആദ്യം ഡേറ്റ ടൈപ്പ് കൊടുക്കുക, രണ്ടാമത് അരയുടെ പേര് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സൈസ് കൊടുക്കുക, ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനുള്ളിൽ വാല്യൂസ് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇൻ്റെ മാർക്ക് ഓഫ്, ഇവിടെ ഞാൻ സൈസ് വേണമെങ്കിൽ നമുക്ക് ഒമിറ്റ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇൻ്റെ മാർക്ക് ഓഫ് അരയുടെ സൈസ് ഒമിറ്റ് ചെയ്തിരിക്കുന്നു. ഇൻ്റെ മാർക്ക് ഓഫ് ഈക്വൽ ടു 70, 80, 85, 90 കേളി ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിക്ലെയർ ആൻ അരേ വിത്ത് സൈസ് 25 ടു അക്സെപ്റ്റ് ദി നെയിം ഓഫ് സ്റ്റുഡൻറ്റ്. ഒരു കുട്ടിയുടെ പേര് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അരേ സൈസ് എത്ര തന്നിട്ടുണ്ട്? 25 ആണ്. അപ്പോൾ ഇവിടെയും അരേ ഡിക്ലെയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാരക്ടറിൻ്റെ ഡേറ്റ ടൈപ്പ് ക്യാർ ആണ്. അരയുടെ സൈസ് 25 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ക്യാർ നെയിം ഓഫ് 25. തേർഡ് ക്വസ്റ്റ്യൻ, ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് ആൻ അരേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ as ഡാഷ് ഓപ്പറേഷൻ. അരേ എലമെന്റുകൾ എല്ലാം ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുക. അതിന് വിളിക്കുന്ന പേരെന്താണ്? ട്രാവേഴ്സൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാരക്ടർ ഈസ് സ്റ്റോർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രിംഗ്. സ്ട്രിങ്ങിന്റെ അവസാനം സ്റ്റോർ ചെയ്യുന്ന ക്യാരക്ടറിന് വിളിക്കുന്ന പേര്. ആൻസർ നൾ ക്യാരക്ടർ. 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് അടുത്ത് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ 2 പാർട്ടായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട്, റൈറ്റ് C++ സ്റ്റേറ്റ്മെന്റ് ടു ഡിക്ലെയർ എ ക്യാരക്ടർ അരേ ഓഫ് സൈസ് 20. ഒരു ക്യാരക്ടർ അരേ ഡിക്ലെയർ ചെയ്യുക, അതിന്റെ സൈസ് 20 ആണ്. അപ്പോൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ക്യാർ എ ഓഫ് 20. എന്നോടൊപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് C++ സ്റ്റേറ്റ്മെന്റ് ടു സ്റ്റോർ ദി സ്ട്രിംഗ് വെൽക്കം ഇൻ ദി സെയിം അരേ. വെൽക്കം എന്നുള്ള സ്ട്രിങ് ആ അരേയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ക്യാർ എ ഓഫ് ഈക്വൽ ടു വെൽക്കം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആൻ അരേ. ഒരു അരേ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ആൻസർ, an array is a collection of same type of elements placed in a contiguous memory location. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ ഒരേ തരത്തിലുള്ള എലമെന്റുകളെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് അരേ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട്, ഇനിഷ്യലൈസ് ആൻ ഇൻറ്റിജർ അരേ വിത്ത് 5 എലമെന്റ്സ്. 5 എലമെന്റ് ഉള്ള ഒരു അരേ ഇനിഷ്യലൈസ് ചെയ്യുക. ഇൻറ്റിജർ അരേ ഇനിഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഇൻഡ് എ ഓഫ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെന്റ്സുകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കോമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. 10, 20, 30, 40, 50 ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഫോർ എ ഫ്ലോട്ട് അരേ. ഒരു ഫ്ലോട്ട് അരേയിൽ എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? അല്ലേ, ഒരു മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രത്തോളം മെമ്മറി ഒരു അരയ്ക്ക് വേണമെന്നുള്ളത്. ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് റിക്വയർഡ് ടു ഹോൾഡ് ആൻ അരേ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ടൈപ്പ് ആൻഡ് സൈസ്. എത്രത്തോളം മെമ്മറി വേണം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ആ അരയുടെ ടൈപ്പിനെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽ ടു സൈസ് ഓഫ് അരേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അരേ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളിൽ ഫ്ലോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അരേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഫ്ലോട്ട് നം ഓഫ് 5. ഫ്ലോട്ട് നം ഓഫ് 5 എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫ്ലോട്ടിൻ്റെ ടൈപ്പ് എത്ര? ഫ്ലോട്ടിൻ്റെ സൈസ് എത്രയാണ്? സൈസ് ഓഫ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ഈസ് 4 byte. 4 byte ആണ് ഫ്ലോട്ടിന് വേണ്ടുന്ന സൈസ്. അപ്പോൾ ഇവിടെ എത്ര എലമെന്റ് ആണുള്ളത്? 5 എലമെന്റ് ആണുള്ളത്, അല്ലേ? ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ഇൻ ദിസ് വേ. ഈച്ച് എലമെന്റ് ടേക്സ് 4 bytes. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓരോ എലമെന്റിന് എത്ര വേണം? 4 ബൈറ്റ് വേണം. അപ്പോൾ ടോട്ടൽ ബൈറ്റ്സ് എന്ന് പറയുന്നത് 4 × 5 ഈക്വൽ ടു 20 ആണ്. അപ്പോൾ ഇവിടെ അതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 4 ബൈറ്റ് ഫസ്റ്റ് എലമെന്റിന്, സെക്കൻഡ് 4 ബൈറ്റ് സെക്കൻഡ് എലമെന്റിന്, അങ്ങനെ 5 എലമെന്റുകൾക്കും 4 ബൈറ്റ് വെച്ച് സ്റ്റോർ ചെയ്യും. അങ്ങനെ ടോട്ടൽ 20 ബൈറ്റ്സ് ആയിരിക്കും എടുക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ഇനിഷ്യലൈസ് ആൻ ഇൻറ്റിജർ അരേ? ഗീവ് ആൻ എക്സാമ്പിൾ. ഒരു ഇൻറ്റിജർ അരേ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? എക്സാമ്പിൾ പറയുക. An array can initialize by using assignment operator and the values are enclosed within curly braces separated by comma. ഒരു അരേ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് അരേ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. വാല്യൂസ് എല്ലാം നമ്മൾ എങ്ങനെ കൊടുക്കണം? കേളി ബ്രാക്കറ്റിനുള്ളിൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. എക്സാമ്പിൾ, ഇവിടെ 2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇൻ്റെ സ്കോർ ഓഫ് 5 ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനുള്ളിൽ 98, 87, 92, 79, 85. രണ്ടാമത്തെ എക്സാമ്പിളിൽ സ്കോർ എന്ന് പറയുന്ന അരയുടെ
സൈസ് പറഞ്ഞിട്ടില്ല, സൈസ് ഒമിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ, ബ്രാക്കറ്റിൽ സൈസ് കൊടുത്തിട്ടില്ല. അപ്പോൾ സൈസ് വേണമെങ്കിൽ നമുക്ക് ഒമിറ്റ് ചെയ്യാം. സൈസ് ഒമിറ്റ് ചെയ്താൽ ഡീഫോൾട്ടായിട്ട് എന്തായിരിക്കും വരിക, കേളി ബ്രാക്കറ്റിനുള്ളിൽ എത്ര എലമെന്റ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ അത് ആ നമ്പർ ഓഫ് എലമെന്റ് ആയിരിക്കും ഇവിടെ സൈസ് ആയിട്ട് എടുക്കുക. അത് ഇവിടെ 5 എലമെന്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ അരയുടെ സൈസ് എത്രയായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ സ്ട്രിങ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ്. ഡബിൾ കോഡ്സിൽ എഴുതുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടറിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രിങ്സ് ആർ റെപ്രസെന്റഡ് ആസ് എ ക്യാരക്ടർ അരേ. സ്ട്രിങ് എന്ന് പറയുന്ന ക്യാരക്ടർ അരേ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ക്യാർ മൈ നെയിം ഓഫ് 10. മൈ നെയിം ഓഫ് 10 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അരയാണ്, അല്ലെങ്കിൽ അതൊരു സ്ട്രിങ് ആണ്. മൈ നെയിം എന്ന് പറഞ്ഞ സ്ട്രിങ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓരോ ക്യാരക്ടറിനും 1 ബൈറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 10 ബൈറ്റ് ആണ് ഈ മൈ നെയിം എന്നുള്ള ക്യാരക്ടർ അരയ്ക്ക് വേണ്ടത്. പ്ലസ് 1 ഫോർ നൾ ക്യാരക്ടർ. എന്താണ് നൾ ക്യാരക്ടർ? എ നൾ ക്യാരക്ടർ ഓർ /0 ഈ സ്റ്റോർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രിങ് ആസ് എ സ്ട്രിങ് ടെർമിനേറ്റർ. സ്ട്രിങ് ടെർമിനേറ്റർ ആയിട്ട് എല്ലാ സ്ട്രിങ്ങിന്റെ അവസാനം ചേർക്കുന്നതാണ് ഒരു നൾ ക്യാരക്ടർ. അപ്പോൾ ഈ നൾ ക്യാരക്ടറിന് 1 ബൈറ്റ്, ബാക്കി 10 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ 10 ബൈറ്റ്. അങ്ങനെ ടോട്ടൽ 11 ബൈറ്റ് ആണ് ഈ അരയ്ക്ക് വേണ്ടത്. എക്സാമ്പിൾ കമ്പ്യൂട്ടർ എന്നുള്ളത് ഒരു ക്യാരക്ടർ അരയായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അതിൽ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് /0 ഇതെന്ന് പറയുന്നത് നൾ ക്യാരക്ടർ ആണ്. മൈ നെയിം എന്ന് പറയുന്നത് അരയുടെ പേരുമാണ്. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് യൂസിങ് cin ആൻഡ് ഗെറ്റ്സ് ഇൻ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിൽ cin-ഉം ഗെറ്റ്സും ഉപയോഗിക്കുമ്പോൾ വരുന്ന ഡിഫറൻസ് എന്താണ്? The cin accept a string of characters but space is treated as the separator of data. cin എന്ന് പറയുന്നത് string of character accept ചെയ്യും, പക്ഷേ ഒരു സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സെപ്പറേറ്റ് ചെയ്യും. If we input മായാമോഹൻ എന്ന് നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ മായ കഴിഞ്ഞ് നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്ന മായ മാത്രമേ കിട്ടുള്ളൂ, കാരണം സ്പേസ് വരെ അത് റീഡ് ചെയ്യുള്ളൂ. ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ദ ഗെറ്റ്സ് ഫംഗ്ഷൻ ഈസ് എ കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ്ഡ് ടു അക്സെപ്റ്റ് എ സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് കൂടി ചേർന്നിട്ടുള്ള ക്യാരക്ടറുകളെ അക്സെപ്റ്റ് ചെയ്യാനാണ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഇഫ് ഈ ഇൻപുട്ട് മായാമോഹൻ എന്നുള്ള സ്പേസ് കൂടി ചേർത്താണ് നമ്മൾ മായാമോഹൻ എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, മായാമോഹൻ എന്ന് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. മായാമോഹൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. അപ്പം cin ഉപയോഗിക്കുമ്പോൾ ആ സ്പേസ് അത് ടെർമിനേറ്റർ ആയിട്ട് എടുക്കും, സെപ്പറേറ്റർ ആയിട്ട് എടുക്കും. 7th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗെറ്റ്സ് ആൻഡ് പുട്സ് ഫംഗ്ഷൻ. ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ദ ഫംഗ്ഷൻ ഗെറ്റ്സ് ഈസ് എ കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ്ഡ് ടു അക്സെപ്റ്റ് എ സ്ട്രിംഗ് ഓഫ് ക്യാരക്ടർ ഇൻക്ലൂഡിംഗ് വൈറ്റ് സ്പേസ്. പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, പുട്സ് ഈസ് എ കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ സ്ട്രിംഗ് ഓഫ് ഡേറ്റ ഓൺ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ക്രീൻ. അപ്പം സ്ട്രിംഗ് റീഡ് ചെയ്യാൻ ഗെറ്റ്സ് ഫംഗ്ഷനും സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യാൻ പുട്സ് ഫംഗ്ഷനുമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് അടുത്ത് പറയുന്നത്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഇൻപുട്ട് 10 നമ്പേഴ്സ് ഇൻടു ആൻ ഇൻറ്റിജർ അരേ ആൻഡ് ഫൈൻഡ് ദി സം ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ എക്സാക്ട് മൾട്ടിപ്പിൾ ഓഫ് 5. അതായത് 10 നമ്പർ ഇൻപുട്ട് ചെയ്യുകയും ആ 10 നമ്പറിൽ 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന നമ്പറുകൾ, 5ന്റെ മൾട്ടിപ്പിൾസിന്റെ സമ്മ് കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് #include IO stream കൊടുക്കുക, യൂസിങ് നെയിം സ്പേസ് std ഇൻഡ് മെയിൻ, കർലി ബ്രാക്കറ്റ് ഓപ്പൺ, അരേ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് a of 10, സമ്മ് സ്റ്റോർ ചെയ്യാൻ വേരിയബിൾ s=0 എന്ന് കൊടുത്തു. cout എൻ്റർ 10 നമ്പർ, 10 നമ്പർ റീഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അരേ റീഡിംഗ് ആണ്. ഫോർ ഇൻഡ് i=0, i<=10, i++ ഫോർ ലൂപ്പ് ഉപയോഗിച്ചു. അടുത്ത അരയുടെ എലമെന്റ് റീഡ് ചെയ്തു, cin a of i എന്ന് കൊടുത്ത് അരേ റീഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരയുടെ റീഡിംഗ് കഴിഞ്ഞു. അടുത്ത ഫോർ ലൂപ്പ് നമ്മൾ എന്തിനായിരിക്കും ഉപയോഗിക്കുക, 5ന്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ. അടുത്ത ഫോർ ലൂപ്പ് എടുക്കുന്നു. ആ ഫോർ ലൂപ്പിൽ ഇഫ് a of i മോഡ് 5 ഈക്വൽ ടു 0, ഇതിന്റെ മീനിങ് എന്താണ്, ഓരോ എലമെന്റും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ശിഷ്ടം മോഡ് ചെയ്യുമ്പോൾ എന്താണ്, അതിന്റെ റിമൈൻഡർ അല്ലേ, ആ റിമൈൻഡർ 0 ആണെങ്കിൽ അങ്ങനെയുള്ള നമ്പറിന്റെ മാത്രം എന്ത് ചെയ്യണം, സമ്മ് എടുക്കണം. s=s+a of i, അങ്ങനെയുള്ള നമ്പറിന്റെ മാത്രം സമ്മ് കണ്ടുപിടിക്കുന്നു. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തു. ലാസ്റ്റ് ആ എസ് പ്രിന്റ് ചെയ്തു, സം=s എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ അരേ ട്രാവേഴ്സൽ വിത്ത് ആൻ എക്സാമ്പിൾ. അരേ ട്രാവേഴ്സൽ ഒരു എക്സാമ്പിളിനോടൊപ്പം വിശദീകരിക്കുക.
എന്താണ് അറേ ട്രാവേഴ്സൽ? ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ. അതായത് അറേയുടെ ഓരോ എലമെന്റുകളെയും അറ്റ്ലീസ്റ്റ് വണ്ണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ട്രാവേഴ്സൽ എന്ന് വിളിക്കുന്നത്. ഡിസ്പ്ലേയിങ് ഓൾ എലമെന്റ്സ് ഓഫ് ആൻ അറേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാവേഴ്സൽ. എല്ലാ എലമെന്റും ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് ട്രാവേഴ്സലിന് എക്സാമ്പിൾ ആണ്. കാരണം എല്ലാ എലമെന്റും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എല്ലാ എലമെന്റുകളെയും നമ്മൾ വിസിറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ഒരു സ്കോർ എന്ന് പറയുന്ന അരേ എടുത്തിരിക്കുകയാണ്. അരേ നമ്മൾ റീഡ് ചെയ്തു, സ്കോർ ഓഫ് ഐ എന്നുള്ള അരേ റീഡ് ചെയ്തു, അത് കഴിഞ്ഞ് അരേ ഡിസ്പ്ലേ ചെയ്തേക്കുന്നു. അപ്പോൾ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നതാണ് എന്ത്? ട്രാവേഴ്സലിന് എക്സാമ്പിൾ. വിസിറ്റ് ഓൾ ദി എലമെന്റ്സ്, എല്ലാ എലമെന്റ്സുകളെയും വിസിറ്റ് ചെയ്യുന്ന പോർഷനാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ട്രാവേഴ്സലിന്റെ എക്സാമ്പിളായിട്ട് പറയാം. Next question, write a program in C++ to accept a string with a white space like a good morning from the keyboard and display the same string. അതായത് ഒരു വൈറ്റ് സ്പേസ് ഉള്ള ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം CSTD IO യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ, ഒരു ക്യാരക്ടർ അരേ കൊടുത്തു, സ്ട്രിങ് റീഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന നെയിം ആണ് റീഡ് ചെയ്യേണ്ടത്, സ്ട്രിങ് ആണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഏത് ഫംഗ്ഷൻ തന്നെ കൊടുക്കണം? ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കണം. ഗെറ്റ്സ് ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് ഹെഡർ ഫയൽ വേണം? CSTD IO ഹെഡർ ഫയൽ വേണം. അപ്പോൾ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു, സ്ട്രിങ് റീഡ് ചെയ്തു, ആ സ്ട്രിങ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്തു അല്ലേ. സി ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ പുട്ട്സും ഉപയോഗിക്കാം. നെക്സ്റ്റ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദിച്ചേക്കുന്ന, അരേന്ന് ചോദിച്ചേക്കുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ C++ പ്രോഗ്രാം ടു അക്സെപ്റ്റ് n ഇന്റിജർ നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദി സം ആൻഡ് ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ് യൂസ് അരേ ടു സ്റ്റോർ എ നമ്പർ. അതായത് n ഇന്റിജർ നമ്പർ റീഡ് ചെയ്യുക, അതിൽ ഈവൻ നമ്പറുകളുടെ മാത്രം സമ്മും ആവറേജും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ലൈനുകളെല്ലാം എഴുതി, ഹാഷ് ഇൻക്ലൂഡും യൂസിങ് നെയിം സ്പേസ് ഇൻറ്റു മെയിൻ എഴുതി. അടുത്ത അരേ ഡിക്ലെയർ ചെയ്തു, സമ്മ് സ്റ്റോർ ചെയ്യാനും ഈവൻ്റെ കൗണ്ട് സ്റ്റോർ ചെയ്യാനും 2 വേരിയബിൾ നമ്മൾ എടുത്തു, ഫ്ലോട്ട് സ്റ്റോർ ചെയ്യാൻ വേരിയബിൾ എടുത്തു. നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര എലമെന്റ് ആണെന്ന് യൂസറിനോട് ചോദിച്ചു, അത് റീഡ് ചെയ്തു. നമ്പർ എൻ്റർ ചെയ്തു, അരേ റീഡ് ചെയ്യാൻ പോവുകയാണ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അരേ റീഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അരേ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ ചെക്കിംഗ് ആണ്. ഒരു എലമെന്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് ചെക്ക് ചെയ്യാം, റീഡിങ്ങിനോടൊപ്പം തന്നെ ചെക്ക് ചെയ്യാം. ഇഫ് നം ഓഫ് ഐ മോഡ് 2 ഈക്വൽ ടു 0. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈവൻ നമ്പറിന്റെ സമ്മ് ആണ്. അപ്പോൾ ഈവൻ നമ്പർ ആണെന്ന് അറിയണമെങ്കിൽ 2 കൊണ്ട് ഹരിച്ചതിന് ശേഷം അതിന്റെ റിമൈൻഡർ 0 ആയിരിക്കണം. അപ്പോൾ അതാണ് നം ഓഫ് ഐ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സം ഈക്വൽ ടു സം പ്ലസ് നം ഓഫ് ഐ, ആ എലമെന്റ് സമ്മിനോടൊപ്പം ആഡ് ചെയ്യുന്നു. ഈവന്റെ കൗണ്ട്, അത് ഈവൻ നമ്പറിന്റെ ആവറേജ് കണ്ടുപിടിക്കണമല്ലോ. ആവറേജ് പിടിക്കാൻ എത്ര ഈവൻ നമ്പർ ഉണ്ടെന്ന് കൂടി അറിയണം. അപ്പോൾ അതിന്റെ കൗണ്ട് എടുക്കാൻ ഈവൻ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുന്നു. ലാസ്റ്റ് ആവറേജ് കണ്ടുപിടിക്കുകയാണ്. സം ഡിവൈഡഡ് ബൈ ഫ്ലോട്ട് ഓഫ് ഈവൻ. ഫ്ലോട്ട് ഓഫ് ഈവൻ എന്ന് കൊടുക്കാൻ കാരണം ഈവൻ നമ്മളിവിടെ ഇൻറ്റീജർ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആവറേജ് വരണമെങ്കിൽ അതിനെ ഫ്ലോട്ടിലേക്ക് കൺവെർട്ട് ചെയ്യണം. സമ്മം പ്രിന്റ് ചെയ്തു, ആവറേജും പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഈവൻ നമ്പറിന്റെ സമ്മം ആവറേജും കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. നെക്സ്റ്റ് 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു അക്സെപ്റ്റ് എ സ്ട്രിങ് ആൻഡ് കൗണ്ട് ദി നമ്പർ ഓഫ് വേർഡ്സ് ആൻഡ് വവൽസ് ഇൻ ദി സ്ട്രിങ്. ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനുള്ളിലെ വവൽസും വേർഡും, എത്ര വവൽസ് എന്ന് പറയാം AEIOU ഇങ്ങനെയുള്ള വവൽസും എത്ര വേർഡും ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രിങ്, CSTD IO C സ്ട്രിങ്. കാരണം നമ്മളിവിടെ സ്ട്രിങ് ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ 2 ഹെഡർ ഫയലും ഉപയോഗിക്കണം. യൂസിങ് നെയിം സ്പേസ് ഇൻറ്റു മെയിൻ, ഒരു സ്ട്രിങ് എടുത്തു. വേർഡിന് വേണ്ടിയിട്ടും വവൽസിന് വേണ്ടിയിട്ടും 2 വേരിയബിൾ എടുത്തു. ഓക്കെ, സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ട്രിങ് റീഡ് ചെയ്തു. സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. strlen ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് n എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഈ ഫോർ ലൂപ്പിൽ നമ്മൾ എടുക്കുകയാണ്. ഐയുടെ വാല്യൂ, അതായത് സ്ട്രിങ്ങിന്റെ വാല്യൂ 0 മുതൽ n വരെ നമ്മൾക്ക് മൂവ് ചെയ്യണം അല്ലേ. മൂവ് ചെയ്തിട്ട് ഇത് വവലാണോ, ഇനി ഇവിടെ ഇടയ്ക്ക് സ്പേസ്, വേർഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇടയ്ക്ക് സ്പേസ് വരുമ്പോൾ ഒരു വേർഡായി, അടുത്ത സ്പേസ് വരുമ്പോൾ രണ്ടാമത്തെ വേർഡായി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഇഫ് str of i ഈക്വൽ ടു സ്പേസ്, ഒരു സ്പേസ് ആണെങ്കിൽ വേർഡിന്റെ കൗണ്ട് ഒന്ന് കൂട്ടും. ഒരു സ്പേസ് കൗണ്ട് ചെയ്യുമ്പോൾ വേർഡ് ഒന്ന് കൂടി പോകും. അടുത്ത ഇനി str of i ഈക്വൽ ടു a, ഓരോ കണ്ടീഷനും കൊടുത്തിരിക്കുകയാണ്. str of i ഈക്വൽ ടു a സ്മോൾ എ, ഓർ str of i ഈക്വൽ ടു ക്യാപിറ്റൽ എ, ഓർ സ്മോൾ ഇ, ഇങ്ങനെ എല്ലാ കണ്ടീഷൻ, എല്ലാ വവൽസും ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വവൽസിൽ ഏതെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യണം? വവൽസിന്റെ കൗണ്ട് കൂട്ടണം. ഏതെങ്കിലും വവൽസ് ആണ് ആ സ്ട്രിങ്ങിലെ ആ പെർട്ടിക്കുലർ ക്യാരക്ടർ, str of i ith ക്യാരക്ടർ, ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആണെങ്കിൽ വവൽസിന്റെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തു. അതിനുശേഷം ലൂപ്പിന് പുറത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേർഡിന്റെ നമ്പർ എഴുതാൻ, നമ്പർ ഓഫ് വേർഡ്സും നമ്പർ ഓഫ് വവൽസും എത്രയാണെന്ന് എഴുതി കാണിച്ചു, റിട്ടേൺ ചെയ്തു, ക്ലോസ് ചെയ്തു.
ഓക്കെ, അപ്പം അരയുടെ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അര എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, മെമ്മറി എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ഓരോ ഡേറ്റ ടൈപ്പിലും വെച്ച് അര ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറിയുടെ അലോക്കേഷൻ എങ്ങനെയാണ്. ഇനി അരയുടെ നിന്ന് വരാവുന്ന കുറച്ച് കൂടുതൽ പ്രോഗ്രാം ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ.